സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 29 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 8 ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ മൊഡ്യൂൾ 7 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 മൊഡ്യൂൾസ് ആണ് അല്ലേ ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസിലുള്ളത്. അപ്പോൾ സിലബസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നമ്മൾ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമിൻ്റെ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിലബസും നമ്മൾ മുന്നേ വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇനി വരാനുള്ള വീഡിയോസും അത് മെമ്പേഴ്സ് ഓൺലി ആയിരിക്കും, അതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 8 ഏതാണ് പറയുന്നത്? മൊഡ്യൂൾ 8 വരുന്നത് ജിയോ ടെക്നിക്കലാണ്. ജിയോടെക് ആണ് നമുക്ക് മൊഡ്യൂൾ 8 പറയുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കിയാലോ. അപ്പം മൊഡ്യൂൾ 8 സിലബസ് മാത്രം ഞാൻ എടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എല്ലാ എക്സാമിനും നമ്മൾ സിലബസിൽ കാണാറില്ല, പക്ഷേ എന്നാലും നമ്മൾ പഠിച്ചെടുക്കണമല്ലേ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്, ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഏതൊക്കെ പോർഷൻസ് ആണ് കംപ്ലീറ്റ് ഒരുവിധം ഏരിയാസ് ഒക്കെ തന്നെ കവർ ചെയ്ത് തന്നെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സോയിൽ മെക്കാനിക്സ്, സോയിൽ എഞ്ചിനീയറിംഗ്, സ്കോപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ്, history of development of soil mechanics, soil types, residual and transported soil as a three-phase system നോക്കാനുണ്ട്. ഇതിൽ വാട്ടർ കണ്ടന്റ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, unit weight of solids, saturated unit weight, submerged unit weight, specific gravity, voids ratio, porosity, degree of saturation, percentage of air voids, air content, density index, പിന്നെ functional relationship, estimation and relationship between properties, determination of index properties, water content by oven drying method, specific gravity using pycnometer and specific gravity bottle, particle size distribution, sieve analysis, hydrometer method, particle size distribution curve, consistency of soil, liquid limit, plastic limit, shrinkage limit, plasticity index. അങ്ങനെ നമ്മൾ ജിയോടെക്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിയററ്റിക്കലി എഴുതി ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ, പഠിച്ചവർക്ക് അറിയാനുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ഡിറ്റർമിനേഷൻ ഓഫ് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, shrinkage ratio, field density by sand, replacement method and the core cutter method, classification of soil, engineering properties of soil, shear strength, permeability, compressibility, necessity, IS classifications, in a soil water classification, absorbed water, capillary water, stress conditions in soil, effective and neutral pressure, permeability of soil, Darcy's law, discharge velocity and seepage velocity, factors affecting permeability, determination of coefficient of permeability, constant head permeability test, falling head permeability test, coefficient of permeability estimation problems, compaction of soil, definition and objectives of compaction. അപ്പോൾ ഒരു ഏരിയ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചവരാണെങ്കിൽ മൈൻഡിലേക്ക് ഏരിയാസ് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഫാക്ടർ ടെസ്റ്റ് ആൻഡ് മോഡിഫൈഡ് ഫാക്ടർ ടെസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് OMC ആൻഡ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, സീറോ എയർ വോയിഡ്സ് ലൈന്, എയർ വോയിഡ്സ്, അതുപോലെ തന്നെ ഫീൽഡ് compaction method, factors affecting compaction, site investigation and subsoil exploration. പിന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ ഒരു ഏരിയയിലേക്കാണ് ഒന്നിക്കിൽ അതില്ല അല്ലെങ്കിൽ ജിയോടെക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈറ്റ് റെക്കഗ്നൈസൻസ്, സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ, നമ്പർ ഓഫ് ഡിസ്പോസൽ ഓഫ് pits and boring, general exploration, detailed exploration, പിന്നെ methods of site exploration, open excavation, boring methods, auger boring, പിന്നെ auger and shell boring, wash boring, percussion boring, rotary boring, soil samples and പിന്നെ distribution sampling, undistributed sampling,
standard penetration test, geophysical methods, seismic refraction and electric resistivity method, bearing capacity, ultimate bearing capacity, safe bearing capacity and allowable bearing pressure, general and local shear failure, Tersagi's theory of bearing bearing capacity, അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആൻഡ് ലിമിറ്റേഷൻസ്. പിന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻസ്, റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, ഡിസൈൻ ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് യൂസിങ് റാങ്കൈൻസ് ഇക്വേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, നെസസിറ്റി ഓഫ് പൈൽ ഫൗണ്ടേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ അക്കോർഡൻസ് ടു മെറ്റീരിയൽ, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോഡ്സ്, മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ, use and displacement of soil, well foundations, size and shapes of well and component parts of well, sinking tilts and shift, measure of rectification of tilts and shift. അപ്പോൾ ടോട്ടൽ 10 മാർക്കിനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജിയോടെക്കിൻ്റെ ഏരിയയിൽ തന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഇതും കൂടെ ചേർത്താണ് പഠിച്ചതെങ്കിൽ ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ ഇത്രയും ഏരിയാസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ നിങ്ങൾ എന്തായാലും എഫേർട്ട് ഇട്ട് പഠിക്കാൻ നോക്കുക. 10 മാർക്കാണല്ലേ മൊഡ്യൂൾസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു മൊഡ്യൂള് മിസ്സാക്കാണ്ട് തന്നെ കറക്റ്റ് പഠിച്ച് പോവാം. അപ്പോൾ നമുക്ക് ജിയോടെക്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, അത് മാത്രം ജസ്റ്റ് ഞാൻ നേതാ. ജിയോടെക്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് സോയിൽ മെക്കാനിക്സും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗും അല്ലേ. അപ്പോൾ നമുക്ക് സോയിൽ മെക്കാനിക്സിലാണ് നമ്മൾ ജിയോടെക്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കുറേ ഏരിയാസ് വരുന്നത്. സോയിൽ മെക്കാനിക്സിൽ വരുന്നതാണ് ബിഹേവിയർ ഓഫ് സോയിൽ അണ്ടർ ലോഡ് ആണ്. ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലോ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നതാണ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫൗണ്ടേഷൻ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമുക്ക് സോയിൽ മെക്കാനിക്സിൻ്റെ ജിയോടെക്കിൻ്റെ മെയിൻ ഏരിയാസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോയിലിൻ്റെ ടൈപ്പും അതുപോലെ തന്നെ ഫേസ് സിസ്റ്റം 3 ഫേസ് സിസ്റ്റമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതും കൂടെ നോക്കാം. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോയിൽ ടൈപ്പ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ 3 ഫേസ് സിസ്റ്റവുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ജിയോടെക്കിൻ്റെ മെയിനായിട്ട് 2 ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സോയിലിൻ്റെ മുന്നേ ഫോർമേഷൻ ഓഫ് സോയിൽ ഒന്ന് നോക്കിയാലോ. ഫോർമേഷൻ ഓഫ് സോയിൽ ഏതൊക്കെ രീതിയിലാണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ സോയിൽ ഏതൊക്കെ രീതിയിലാണ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മെത്തേഡാണുള്ളത് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക പോയിന്റ്സ്. സോയിലിൻ്റെ ഫോർമേഷനിൽ വരുന്ന സമയത്ത് വെതറിങ് ഓഫ് റോക്കിന് വെതറിങ് സംഭവിച്ചിട്ടാണല്ലോ നമുക്ക് സോയിൽ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് അത് എല്ലാവർക്കും അറിയാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വെതറിങ് ഓഫ് റോക്ക് വഴിയാണ് നമുക്ക് സോയിൽ ഫോം ആവുന്നത്. പിന്നെ അതിൻ്റെ ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് പറയാൻ, നോട്ടായിട്ട് എഴുതുന്നില്ല. വെതറിങ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിഷൻ, അപ്ഹീവൽ അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു സോയിലിൻ്റെ ഫോർമേഷൻ്റെ ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെതറിങ് ഫിസിക്കലും ഉണ്ട് കെമിക്കലും ഉണ്ട് അല്ലേ. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻസ് ലൈക്ക് എയർ, വാട്ടർ, അതിൻ്റെയൊക്കെ വെതറിങ്, അത് കാരണം വെതറിങ് സംഭവിച്ചിട്ടുണ്ടാവുന്ന തന്നെയാണ് നമ്മൾ ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റോക്ക് മിനറൽസും എക്സ്റ്റേണൽ ഏജൻറ്റും തമ്മിൽ റിയാക്ഷൻ ആയിട്ട് അല്ലേ. അപ്പം അങ്ങനെ സംഭവിക്കുന്ന വെതറിങ്ങിനെയാണ് നമ്മൾ കെമിക്കൽ വെതറിങ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മളെ സിലബസിൽ മെയിനായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഏജൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. സോയിൽ classification based on
ട്രാൻസ്പോർട്ടേഷൻ. ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷനിൽ സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് 2 ടൈപ്പാണ് അല്ലേ. 2 ടൈപ്പ് ഏതൊക്കെയാണ്? റെസിഡ്വൽ സോയിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിലും. റെസിഡൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിയർ ദ പാരന്റ് റോക്ക് അല്ലേ. പാരന്റ് റോക്കിന്റെ നിയറിലാണ് നമ്മൾ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ റെസിഡൽ സോയിൽ എന്ന് പറയുന്നത്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇതാണ് ഇപ്പൊ നമ്മൾ റോക്ക് എങ്കിൽ ആ ഒരു റോക്കിന് വെതറിങ് സംഭവിച്ചിട്ട് അതിന്റെ നിയർ ആയിട്ട് തന്നെ സോയിൽ ഫോം ചെയ്ത് കിടക്കുന്നതിന് അല്ലെ, അതിനെയാണ് നമ്മൾ റെസിഡൽ സോയിൽ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോക്ക് ആണെങ്കിൽ ആ റോക്കൊന്ന് കുറച്ച് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ സോയിൽ ഫോം ആവുന്നതിന് അല്ലെ, അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ടാക്കി എഴുതാം. നമുക്ക് സോയിലിന്റെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് 2 എണ്ണം അല്ലെ. 2 എണ്ണത്തിൽ ഏതൊക്കെയാണ്? റെസിഡ്വൽ സോയിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടഡ് സോയിലും. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ട്രാൻസ്പോർട്ടഡ് സോയിലും. റെസിഡ്വൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിഡ്വൽ സോയിൽ നോക്കേണ്ടത്? സോയിൽ deposited near parent rock. ട്രാൻസ്പോർട്ടഡ് സോയിലാണെങ്കിൽ സോയിൽ deposited away from parent rock by ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇതാണ് നമുക്ക് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത് റെസിഡ്വൽ സോയിലും ട്രാൻസ്പോർട്ടഡ് സോയിലും. അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് അത് മാത്രമാണ് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് 3 phase സിസ്റ്റം ആണ്. 3 phase സിസ്റ്റം അല്ലെങ്കിൽ 3 phase ഡയഗ്രാം എന്നൊക്കെ പറയും അല്ലേ. നമുക്ക് 3 phase ഡയഗ്രാം ഏതാണെന്ന് നോക്കിയാലോ. നമ്മുടെ സോയിലുള്ള 3 phase ഡയഗ്രാം. 3 phase ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് 3 phase ഡയഗ്രത്തിൽ വരിക? നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. 3 phase ഡയഗ്രത്തിൽ വരുന്നതാണ് സോയിലിന്റെ സോളിഡ്സ് അല്ലെ, സോയിലിന്റെ സോളിഡ്സ്, അതുപോലെ തന്നെ വാട്ടറും എയറും. അപ്പം വാട്ടറും എയറും വോയിഡ്സ് ആയിട്ടായിരിക്കും. അപ്പം സോയിലിന്റെ സോളിഡ്സും വാട്ടറും എയറും വോയിഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് 3 phase ഡയഗ്രത്തിൽ എങ്ങനെയാണ്? 3 phase ഡയഗ്രത്തിൽ എയർ, വാട്ടർ, സോയിൽ സോളിഡ്സ് അല്ലെ, സോയിൽ സോളിഡ്സ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു 3 phase ഡയഗ്രത്തിൽ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ സോയിലുണ്ട്, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലും ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ പറയാം. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ വരുന്നത് എന്താണ്? 3 phase ഡയഗ്രത്തിന്റെ ജനറൽ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ചെണ്ണ പറഞ്ഞ പോലെ തന്നെ അല്ലെ. 3 phase ഡയഗ്രാം ആണ്. കൺസിസ്റ്റ് ഓഫ് സോയിൽ, സോളിഡ്സ്, വാട്ടർ ആൻഡ് എയർ. അപ്പം പാർഷ്യലി സാച്ചുറേറ്റഡ് സിസ്റ്റത്തിൽ വരുന്നത് ഈ ഒരു 3 phase സിസ്റ്റം ആണ്. 3 phase സിസ്റ്റത്തിൽ ഫസ്റ്റ് നമ്മൾ എയർ, വാട്ടർ, സോയിൽ, സോളിഡ്സ് അല്ലേ, ഇതാണ് നമ്മൾ 3 phase സിസ്റ്റം വരുന്നത്. അതിൽ ഓരോന്നായിട്ട് ജസ്റ്റ് നോക്കിയാലോ. ഈ കാണിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ ആണ്, VA എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി എഴുതാം. ഇത് വോളിയം ഓഫ് വാട്ടർ ആണ്. ഇത് നമുക്ക് വോളിയം ഓഫ് സോയിൽ ആണ് അല്ലേ, സോയിൽ സോളിഡ്സ് എന്ന് പറയാൻ പറ്റും.
പിന്നെ നമുക്ക് ഇതിൽ വോളിയം ഓഫ് വോയിഡ്സ് കാണാനാണെങ്കിലോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് നെക്സ്റ്റ് പറയുന്നതിലേക്ക് ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്പീഡ് കുറച്ച് കൂടുതലുണ്ടാവും, കാരണം നമുക്ക് റിവിഷൻ സീരീസ് ആണ് അല്ലേ. എന്നാലും ഒന്ന് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് ബാക്ക് അടിച്ചിട്ട് കേട്ട് നോക്കുക. അപ്പം എല്ലാവരും പഠിച്ചിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വാട്ടറും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുക അല്ലേ. അപ്പം ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളതാണ് വോളിയം ഓഫ് വോയിഡ്സ് വരുന്നത്. ഇനി ടോട്ടൽ വോളിയം ആണെങ്കിലോ ഈ കംപ്ലീറ്റ് അല്ലേ വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് സോയിൽ സോളിഡ്സും കൂടെ വരുന്നതിനാണ് നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ WA എന്ന് പറഞ്ഞിട്ടും പറയും അല്ലേ. ഈ VA എന്ന് പറഞ്ഞതിന്റെ പകരം WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എയർ ആണ്. WW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണെന്നുള്ളതും അറിഞ്ഞു വെക്കുക. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് വോയിഡ്സ് ആണ് ഈ ഒരു ബ്ലാക്ക് കാണിച്ചിട്ടുള്ളതിൽ WV പറയുകയാണെങ്കിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ടോട്ടൽ വോളിയം എന്നുള്ളതിലുള്ള ടോട്ടൽ വെയിറ്റ് എന്നുമാണ് വരിക. ഞാൻ ഇതിൻ്റെത് ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. WV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ WA WS എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതാണ് നമുക്ക് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബേസിക് ആയിട്ട് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറും വാട്ടറും സോയിൽ സോളിഡ്സും കൂടെ ഉള്ളത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. 3 ഫേസ് ഡയഗ്രാമിലെ ജനറൽ കണ്ടീഷനാണ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 ഫേസ് ഡയഗ്രാം ആണ് നമ്മളെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് 2 ഫേസ് ഡയഗ്രാം അതുപോലെ തന്നെ 2 ഫേസ് ഡയഗ്രത്തിൽ എയറും സോളിഡ്സും അതുപോലെ തന്നെ വാട്ടറും സോയിൽ സോളിഡ്സും വരുന്നതുണ്ട്. അപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞപ്പം നമുക്ക് ജസ്റ്റ് എന്താ കാര്യം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്ക് കടക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുണ്ടാവും അല്ലേ. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് വോയിഡ്സ് റേഷ്യോ ആണ് നോക്കാനുള്ളത്. വോയിഡ്സ് റേഷ്യോ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് കേട്ടോ നോക്കി വെക്കേണ്ടത്. വോയിഡ്സ് റേഷ്യോനെ നമ്മൾ E എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വോയിഡ്സ് റേഷ്യോ എങ്ങനെയാണ് കാണുക? വോയിഡ്സ് റേഷ്യോ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് അല്ലേ. വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് വോയിഡ്സ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് വോയിഡ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് അല്ലേ. സോളിഡ് ഇൻ ദ ഗിവൺ സോയിൽ മാസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? പൊറോസിറ്റി. വോയിഡ്സ് റേഷ്യോ പൊറോസിറ്റി എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. പൊറോസിറ്റി നമ്മൾ N വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് വരിക? അല്ലെ എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്? പൊറോസിറ്റി കാണാൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊറോസിറ്റി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ്. ഈ ഒരു പൊറോസിറ്റീനെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സ് എന്നും കൂടെ പറയും. അപ്പം അത് നമ്മൾ ഇൻറ്റു 100 വെച്ചിട്ട് പെർസെൻറ്റേജിലാണല്ലേ പറയുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വോയിഡ്സ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് എഴുതേണ്ട കാര്യമാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട കാര്യം മാത്രമാണ് എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വോയിഡ്സ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അല്ലേ. എന്താണ് റിലേഷൻ വരുന്നത്? ഒന്ന് E ഈസ് ഈക്വൽ ടു N/1 - N എന്ന് വരും. പിന്നെ എന്താണ് N-ൻ്റെലാണെങ്കിൽ N ഈസ് ഈക്വൽ ടു E/1 + E എന്നുള്ളതും കിട്ടും. ഇത് രണ്ടും ഓർത്ത് വെക്കുക. N ഈസ് ഈക്വൽ ടു E/1 + Eയും E ഈസ് ഈക്വൽ ടു N/1 - N വരുന്നത്. ഇതാണ് വോയിഡ്സ് റേഷ്യോൻ്റെ പൊറോസിറ്റിൻ്റെ ആ ഒരു റേഷ്യോ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചെറിയ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ വോയിഡ്സ് റേഷ്യോ തന്നാൽ പൊറോസിറ്റി കാണാനും പൊറോസിറ്റി തന്നാൽ വോയിഡ്സ് റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് ഇത്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് വാട്ടർ കണ്ടന്റ്.
വാട്ടർ കണ്ടന്റ് എങ്ങനെയാണ് കാണുക? വാട്ടർ കണ്ടന്റ് എങ്ങനെയാണ് കാണുക? വാട്ടർ കണ്ടന്റ് കാണേണ്ടത് വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ടു വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. ഇൻറ്റു 100 ആണ് വരിക. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100 എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം അതാണ് നമുക്ക് ഇവിടെ വാട്ടർ കണ്ടന്റിൽ നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ബോറടിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന ഇക്വേഷൻസ് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ 1, 2, 3 പ്രാവശ്യം പഠിച്ചിട്ട് നെക്സ്റ്റ് ഓരോന്ന് കേട്ടാൽ മതി കേട്ടോ. നമുക്ക് റിവിഷൻ സീരീസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മാക്സിമം തിയറി ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എങ്ങനെയാണ് കാണുക? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ S ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ് ആണ് ഇൻറ്റു 100. ഇതാണ് നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷനിൽ നമ്മൾ കാണുന്നത് വോളിയം ഓഫ് വാട്ടർ ഇൻ വോയിഡ്സ് ആണ് അല്ലേ. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണുന്നത് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. വോളിയം ഓഫ് വാട്ടർ ഇൻ വോയിഡ്സ് ആണ് നമ്മളിതിൽ കാണുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് എയർ കണ്ടന്റ്. എയർ കണ്ടന്റ് എങ്ങനെയാണ് കാണുക? എയർ കണ്ടന്റ് കാണാം AC അല്ലെ. എയർ കണ്ടന്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 ആണ്. അപ്പം എങ്ങനെയാണ് എയർ കണ്ടന്റ് കാണുക? വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ് കാണേണ്ടതെങ്കിൽ എ വെച്ച് ഡിനോട്ട് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ് കാണേണ്ടതെങ്കിൽ NA ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ആണ് കേട്ടോ. ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ്. എയർ കണ്ടന്റിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണെങ്കിൽ നമ്മൾ വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഉണ്ട്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എങ്ങനെയാണ് കാണുക? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എങ്ങനെയാണ് കാണുക? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ. ഇതാണ് നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ വരുന്നത്. അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നോക്കണം അല്ലേ. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എങ്ങനെയാണ് കാണുക? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കാണുന്നത് വെയിറ്റ് ഓഫ് സോയിൽ at dry state to volume of soil. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് മനസ്സിലായി. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെയാണ് കിട്ടുക? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വാട്ടർ ആണ് അല്ലേ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെയാണ് വരിക? വെയിറ്റ് ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വാട്ടർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നെക്സ്റ്റ്
നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നോക്കാനുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നോക്കാനുള്ളത് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ. ഏതാണ്? ഒന്ന് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയും പിന്നെ നെക്സ്റ്റ് വണ് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റിയും. എന്താണ് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് കാണുക, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ നമ്മൾ കാണുന്നത് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇങ്ങനെയാണ് കാണുക. അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് എങ്ങനെയാണ് കാണുക, നമുക്ക് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ആണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കിവിടെ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കാണുക എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അതാണ് നമ്മൾ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കാണുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ എങ്ങനെയായിരുന്നു കാണുക, സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കാണുന്നത്, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തന്നെയാണ് രണ്ടിന്റെയും അടിയിൽ വരുന്നത്, പക്ഷെ മുകളിൽ എഴുതുന്നതാണല്ലേ മാറുന്നത്. അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണ് വരുന്നത്, മറിച്ച് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ് വരുന്നത്. എഴുതാം. ഇവിടെ നമുക്ക് അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ നമ്മൾ എന്താണ്, ബൾക്ക് അല്ലെ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെ. എന്താണെന്ന് എഴുതാം, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഉറപ്പൊന്നുമില്ല, പക്ഷെ സിലബസിൽ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജിയോടെക് നിങ്ങൾ അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുള്ളൂ, പക്ഷെ ആ ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം ഈ വോയിസ് റേഷ്യോ, പൊറോസിറ്റി, അത് തമ്മിലുള്ള റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് അധികവും ചോദിച്ച് കാണാറുണ്ട്. പ്ലീസ് അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കി പറയാം. പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ജിയോ ടെക്നിക്കലിൽ സോയിൽ മെക്കാനിക്സും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ ജിയോളജിക്കൽ സൈക്കിൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഈ ഒരു മെയിൻ ആയിട്ട് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ്റെതാണ് അല്ലേ. ആ ഒരു സോയിലിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടേഷനിൽ റെസിഡ്യൽ സോയിലും ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടഡ് സോയിലും ഉണ്ട്. റെസിഡ്യൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ഡെപ്പോസിറ്റഡ് നിയർ ദ പാരന്റ് റോക്ക് ആയിരിക്കും അല്ലെ. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സോയിൽ ഡെപ്പോസിറ്റഡ് എവേ ഫ്രം ദ പാരന്റ് റോക്ക് ആണ്. ബൈ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ത്രീ ഫേസ് ഡയഗ്രാം. ത്രീ ഫേസ് ഡയഗ്രാമത്തിലെ അതിന്റെ ജനറൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലാണ്. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ അതിന്റെ ജനറൽ കണ്ടീഷൻ ആണ്. അതിൽ എന്തൊക്കെയാണ്, സോയിൽ കൺസിസ്റ്റ് ഓഫ് സോയിൽ സോളിഡ്സ്, വാട്ടർ ആൻഡ് എയർ ആണ് അല്ലേ വരുന്നത്. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ ജനറൽ കണ്ടീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നതാണ് സോയിൽ സോളിഡ്സും പിന്നെ വാട്ടറും എയറും അല്ലേ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടോട്ടൽ വോളിയം എന്താണെന്ന് പറഞ്ഞു, വോളിയം ഓഫ് എയർ എന്താണെന്ന് പറഞ്ഞു, വോളിയം ഓഫ് വാട്ടർ പറഞ്ഞു, വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് പറഞ്ഞു. വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആയിരുന്നു അല്ലേ. അപ്പം അതൊക്കെ ആ ഒരു പിക്ചർ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ അതിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വോയിഡ്സ് റേഷ്യോ അല്ലെ. വോയിഡ്സ് റേഷ്യോ എങ്ങനെയാണ് കാണുക? വോയിഡ്സ് റേഷ്യോ കാണാൻ നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊറോസിറ്റി കാണാനാണെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് അല്ലേ. അപ്പം വോയിഡ്സ് റേഷ്യോ പൊറോസിറ്റി തമ്മിലുള്ള വ്യത്യാസം, രണ്ടിനും മുകളിൽ വോളിയം ഓഫ് വോയിഡ്സ് തന്നെയാണ്. പക്ഷെ വോയിഡ്സ് റേഷ്യോയിൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ആണ് വരുന്നത്. പൊറോസിറ്റി ആണെങ്കിൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് അല്ലേ വരുന്നത്. പിന്നെ വാട്ടർ കണ്ടന്റ്, പിന്നെ ഈ ഒരു വോയിഡ്സ് റേഷ്യോ പൊറോസിറ്റി തമ്മിലുള്ള റിലേഷൻ E = n/1 - n ഉം E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ്സ് റേഷ്യോ അല്ലെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോസിറ്റി ആണ്. അതുപോലെ തന്നെ n = E/1 + E എന്നുള്ളതും ഓർത്ത് വെക്കുക. വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ വാട്ടർ കണ്ടന്റ് കാണേണ്ട ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റു 100 ആണ് വരിക. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്, ഇൻറ്റു 100 ആണ്. വോളിയം ഓഫ് വാട്ടർ ഇൻ വോയിഡ്സ് ആണല്ലേ നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷനിലൂടെ കാണുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് എന്താണ്? എയർ കണ്ടന്റ്. എയർ കണ്ടന്റ് എങ്ങനെയാണ് കാണുക? വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 ആണ്. പിന്നെ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണെങ്കിൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്? പിന്നെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ അല്ലേ. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്താണ് വരിക? വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ ആയിരിക്കും വരിക. പിന്നെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഉണ്ട്. ഡ്രൈ യൂണിറ്റ് വെയിറ്റിൽ വെയിറ്റ് ഓഫ് സോയിൽ അറ്റ് ഡ്രൈ സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ ആണ്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണെങ്കിൽ എത്രയാണ്? എന്താണ് വരിക? വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ആണ്. പിന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ ആണെന്നുള്ളതും ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞു അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയും ഉണ്ട്, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അതിൽ വരുന്നതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അതിൽ വരുന്നതാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെറിയൊരു പോർഷൻ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ഇത് തിയറി സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണല്ലേ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വരുന്ന എക്സാംസിന് അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ജിയോടെക് എല്ലാ എക്സാമിൻ്റെ സിലബസിൽ കണ്ടുവരാറില്ല, എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അല്ലേ. കാരണം നമുക്ക് സിലബസ് വന്നതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു പഠിക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് പഠിക്കണമെങ്കിൽ തന്നെ അത്രയും നമ്മൾ ടൈം, ഒരു ദിവസത്തിൽ അത്രയും ടൈം നമ്മൾ അതിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയണ്ട, നമ്മൾ ടൈം ടേബിൾ മുന്നേ അല്ലേ ഗ്രേഡ് 1 എക്സാം വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബേസ് ചെയ്ത് വെച്ച് പഠിച്ചവരാണെങ്കിൽ നമ്മൾ അതിൽ എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് വരുന്ന ഒരു കംപ്ലീറ്റ് നമുക്ക് പറ്റുന്ന അറിയുന്ന അധിക ടോപ്പിക്സും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ടോപ്പിക്സ് വിട്ടു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മാക്സിമം ടോപ്പിക്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് തന്നെയാണ് ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുക. കാരണം നിങ്ങൾ ഈ ഒരു ഇയറിലെ എക്സാമിനേക്കല്ല നെക്സ്റ്റ് ഇയറിലേക്കുള്ള എക്സാമിനൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നോക്കി പഠിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. കാരണം കറക്റ്റ് നിങ്ങൾ പഠിച്ച് വെച്ച് പിന്നെ ഒരു സിലബസ് അല്ലെങ്കിൽ റിവിഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷേ എത്രത്തോളം നമ്മൾ റാങ്കിൽ വരിക എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര റാങ്കിൽ നമ്മൾ മുന്നിലായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് തന്നെയായിരിക്കും അല്ലേ. കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക, ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് പഠിക്കുക. നിങ്ങൾ ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുകയാണെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.